ഹായ് ഫ്രണ്ട്സ്, കാർപ്പഡയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന HSST ഹിസ്റ്ററിയുടെ പ്രൊവിഷണൽ ആൻസർ കീ നോക്കുകയാണ്. സോ പ്രൊവിഷണൽ ആൻസർ കീയിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. സോ അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. PSCയുടെ കാര്യമാണൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രൊവിഷണൽ കീയിൽ നിങ്ങൾ ചലഞ്ച് ചെയ്താൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കും. ഇപ്പോൾ അധികമായിട്ട് ചലഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒഴിവാക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുന്ന അവസ്ഥ വരുന്നത്. സോ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാനേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. നമ്മൾ ആൻസർ കണ്ടെത്തിയിട്ടും കാര്യമില്ല. ചിലപ്പോൾ ആൻസർ ആയിരിക്കില്ല, അത് ചിലപ്പോൾ PSC എടുത്ത് കളയായിരിക്കും ചെയ്യുക. സോ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കട്ട് ഓഫ് ഉടനെ തന്നെ ഒരു കട്ട് ഓഫ് വീഡിയോ ഇടുന്നതായിരിക്കും. സോ അത് പ്രതീക്ഷിച്ചിരിക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഞാൻ C ആണ് എടുത്തിട്ടുള്ളത്. ഇൻഡക്റ്റീവ് മെത്തേഡ് സയൻറ്റിഫിക് റിസർച്ച് ഫ്രാൻസിസ് ബേക്കൺ എന്നുള്ളതാണ് ഉത്തരം തന്നിട്ടുള്ളത്. രണ്ടാമത്തെ law of three stages is associated with positivism എന്നുള്ളതാണ് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം തന്നിട്ടുള്ളത്. മൂന്നാമത്തെ സ്ട്രക്ചറൽ മാർക്സിസത്തിനെ കുറിച്ചാണ്. അതിൽ 3C ആണ് ഉത്തരം തന്നിട്ടുള്ളത്. പിന്നെ 4 ഇൻകറക്റ്റ് അന്നൽ സ്കൂളിനെ കുറിച്ച് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഉത്തരം എന്ന് പറയുന്നത് 4B ആണ്. 3ഉം 4ഉം തെറ്റാണെന്നാണ് പറയുന്നത്. 5 ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 5 നമുക്ക് 5A 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ശരിയായതെന്നാണ് പറയുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ ബ്രസ്റ്റ് ലിറ്റോസ്ക് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. 6 അതിൻ്റെ ഉത്തരം മാർച്ച് 1918 ആണ് ഉത്തരം തന്നിട്ടുള്ളത്. 7 The 5 permanent members of UN can use their vote power in 7 എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൗൺസിലായിരുന്നു. അധികം ആളുകളും ശരിയാക്കിയതായിരിക്കും അത്. ദെൻ പെരിസ്റ്റോയ്ക്ക അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, USSR. ദെൻ 9ാമത്തെ ചോദ്യമായിരുന്നു ഹു ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് റെനൈസൻസ് ലിറ്ററേച്ചർ എന്നുള്ളത്. 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം പെട്രാർക്കാണ്. 9ാമത്തിന് ഉത്തരം ഓപ്ഷൻ D. ഞാനിത് ക്വസ്റ്റ്യൻ പേപ്പർ C ആണ് എടുത്തിട്ടുള്ളത്. സോ നിങ്ങളതിനനുസരിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കേണ്ടി വരും. 10ാമത്തെ ചോദ്യം റോമൻ എംപറിനെ കുറിച്ചാണ്. വാസ് ദി ഫസ്റ്റ് റോമൻ എംപർ? ഓഗസ്റ്റസ് ആണ്. ദെൻ ക്രോണോളജിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യാനായിരുന്നു അടുത്ത ചോദ്യം. 11 C ആണ് ഉത്തരം. 11 ആദ്യം 2 ടെന്നീസ് കോർട്ടോത്ത്, ദെൻ ഫാൾ ഓഫ് ബാസ്റ്റൈൽ, ദെൻ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ, ദെൻ എക്സിക്യൂഷൻ ഓഫ് ലൂയിസ് 16 എന്നുള്ളതാണ് അതിൽ കറക്റ്റായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് 12ാമത്തെ 12 ഉത്തരം വരുന്നത് B ആണ്. 1, 3, 4 കറക്റ്റ് മാച്ചാണ്. 1 ജോൺ കെ ആണ്. ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിലാണ്. ദെൻ എലി വിറ്റ്നി കോട്ടൺ ഗിന്നാണ്. ദെൻ ജെത്രോ ടൊള്ള് സീഡ് ഡ്രില്ല്. 13ാമത്തെ ചോദ്യത്തിന് ഉത്തരം 13 ഉത്തരം D ആണ്. ഓൺലി 1, 3 and 4 ഇറ്റ് ഈസ് ദി ഓൺലി സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണ് രാജതരംഗിണി. ദെൻ പ്രൊവിഷണൽ ആൻസർ കീയാണ്. ദെൻ കൽഹണ ബിലീവ്ഡ് ഇൻ ദി ഐഡിയ ഓഫ് കർമ്മ, ധർമ്മ ആൻഡ് ഫേറ്റ് ആസ് എ ഡിറ്റർമിനന്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ്. ദെൻ രാജതരംഗിണി കോമ്പോസ്ഡ് ഇൻ വേഴ്സസ് നമ്പറിംഗ് ഓൺലി 8,000 ലൈൻസ്. അതാണ് ശരിയായതെന്ന് പറയുന്നത്. ദെൻ 14ാമത്തെ ചോദ്യം 14 സബാൾട്ടൺ ഹിസ്റ്റോറിയൻസിനെ കുറിച്ചാണ്. എല്ലാതും ശരിയാണ്. 14 എല്ലാതും ശരിയാണ്. ഡേവിഡ് അർണോൾഡ്, ഹാർഡിമാൻ, ഷാഹിദ് അമീൻ, ജ്ഞാനേന്ദ്ര പാണ്ഡെ ഇവരെല്ലാം സബാൾട്ടൺ ഹിസ്റ്റോറിയൻസ് ആണെന്നാണ് ഉത്തരം.
ദെൻ 15 WF ലിബിയെ കുറിച്ചാണ് 15ാമത്തെ ചോദ്യം. 15ൻ്റെ ഉത്തരം റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്. ലിബി കണ്ടെത്തിയത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്, ഡെൻഡ്രോക്രോണോളജി അല്ല, റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്. 16 നിയോലിത്തിക് റവല്യൂഷൻ എന്നുള്ളത് ഗോർഡൻ ചൈൽഡിൻ്റെയാണ്. അത് കുറേ ആളുകൾക്കൊക്കെ ശരിയുള്ളതായിരിക്കും. 17 എല്ലാം കറക്റ്റാണ്. ഹെറഡോട്ടസ് ഹെയിൽഡ് ഫ്രം അയോണിയ, ഹിസ്റ്ററീസ് എന്ന ബുക്ക്, ദെൻ പേർഷ്യൻ വാർ ആസ് സബ്ജക്റ്റ് ഓഫ് ഹിസ്റ്ററി, ദെൻ ടെസ്റ്റിമണീസ് ആണ് ഓറൽ ടെസ്റ്റിമണീസ് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. ദെൻ 18 ഓൺലി 3 എന്നുള്ളതാണ്. അത് കിതാബൽ ഇബാറിസ് തിയോക്രാറ്റിക് ഇൻ നാച്ചർ എന്നുള്ളത് മാത്രമാണ് ഇബ്നു ഖൽദുനെ കുറിച്ച് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. ദെൻ 19 സയൻസ് ആൻഡ് നുവ വിക്കോയുടെ പുസ്തകമാണ് സയൻസ് ആൻഡ് നുവ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദി എൻലൈറ്റൻമെൻറ്റ് റൈറ്റേഴ്സ്. എൻലൈറ്റൻമെൻറ്റ് റൈറ്റേഴ്സിൽ പെടാത്തത് ആരാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം സെൻറ്റ് ഓഗസ്റ്റിൻ അതിൻ്റെയൊക്കെ മുന്നുള്ള ആളാണ്. സോ അതാണ് ശരി. 21 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ആസ് ഡിബേറ്റഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ്. ഫ്യൂഡൽ സിസ്റ്റത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, നോട്ട് ഇൻക്ലൂഡഡ് ആണ്. 21 സ്ട്രോങ് സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ പവർ അണ്ടർ സിംഗുലർ പ്രൊമനൻ്റ് റൂളർ, അത് ഇല്ല, നോട്ടാണ്, തെറ്റായതാണ് ചോദിച്ചത്, ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. 22 പൊലാജ്, പരാവത്തി, ചച്ചാർ, ബെഞ്ചാർ, അത് 22 എ ആണ് ഉത്തരം. പൊലാജ് എന്ന് പറയുന്നത് ലാൻഡ് കൾട്ടിവേറ്റഡ് എവറി ഇയർ, പരാവത്തി എന്ന് പറയുന്നത് ലാൻഡ് ലെഫ്റ്റ് ഫോളോ ഫോർ സം ഇയർ, ചച്ചാർ എന്ന് പറയുന്നത് ലാൻഡ് ദാറ്റ് റിമെയിൻ ഫോളോ ഫോർ 3 or 4 years, ബെഞ്ചാർ എന്ന് പറയുന്നത് ലാൻഡ് ദാറ്റ് റിമെയിൻഡ് അൺകൾട്ടിവേറ്റഡ് ഫോർ 5 or more years. സോ അങ്ങനെയാണ്. ദെൻ 23 23rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉത്തരം 23ൻ്റെ ഉത്തരം ഡി ആണ്, ഇതൊന്നുമല്ല എന്നുള്ളതാണ് 23ൻ്റെ ഉത്തരം. മുഗൾ എക്കോണമിയെ കുറിച്ചാണ് ചോദ്യം. 24ാമത്തെ ചോദ്യം നോക്കാം. 24 ആരജി മമാലിക്, ദാബിറി മമാലിക്, സദറുസാദർ, സഹാനി മന്ദി എന്നുള്ള അതൊക്കെ എന്താണെന്നുള്ളതാണ് ചോദ്യം. 24 ഉത്തരം ബി ആണ്. ആർസി മമാലിക് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദാബിറി മമാലിക് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി കറസ്പോണ്ടൻസ് ആണ്. സദറുസാദർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി റിലീജിയസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഷഹാനി മന്ദി എന്ന് പറയുന്നത് ഇൻചാർജ് ഓഫ് മാർക്കറ്റ് കൺട്രോൾ ആണ്. ദെൻ 25ാമത്തെ ചോദ്യം. 25 റെഗുലേറ്റിംഗ് ആയിട്ട് ഇന്ത്യ ആക്ട് ഓഫ് 1909, ആക്ട് ഓഫ് 1990 കുറിച്ചാണ്. 25ൻ്റെ ഉത്തരം ഡി ആണ്. 25ൻ്റെ ഉത്തരം ഡി ആണ്. സോ A3 ആണ്. അതായത് റെഗുലേറ്റിംഗ് ആക്ട് ഗവർണർ ഓഫ് ബോംബെ ആൻഡ് ഗവർണർ ഓഫ് മദ്രാസ് വർ മെയ്ഡ് സബോർഡിനേറ്റ് ടു ദി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ദെൻ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് B1 ആണ്. The members of the Governor General Council were reduced from 3 from 4. Then Act of 99 എന്ന് പറയുന്നത് കമ്മ്യൂണൽ ഫ്രാഞ്ചൈസി അനുവദിച്ചതാണ്. 1919 എന്ന് പറയുന്നത് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 19ലാണ്. സോ ഡി ആണ് കറക്റ്റ് ഉത്തരം. ദെൻ 26th ക്വസ്റ്റ്യൻ. 26th ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ്? ഇൻകറക്റ്റ് ആണ് ചോദ്യം. പാർട്ടീഷനെ കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്ലേഡ് എ ന്യൂട്രൽ റോൾ ഇൻ ലീഡിങ് ടു പാർട്ടീഷൻ എന്നുള്ളതാണ് തെറ്റായ ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ 27 എന്ന് പറയുന്നത് ലോർഡ് കോൺവാലിസ്, മൺറോ എന്നുള്ളവരെയൊക്കെ കുറിച്ചാണ്. മക്കൻസി, ജോൺ സ്റ്റാർച്ചി. 27 ബി ആണ് ഉത്തരം. എന്ന് പറയാം ലോർഡ് കോൺവാലിസ് ബന്ധപ്പെട്ടിരിക്കുന്നത് പെർമനന്റ് സെറ്റിൽമെൻറ്റ്, മൺറോ ബന്ധപ്പെട്ടിരിക്കുന്നത് റെഡ് വാരി, മക്കൻസി ബന്ധപ്പെട്ടിരിക്കുന്നത് മാൽവാരി, സ്റ്റാർച്ചി ബന്ധപ്പെട്ടിരിക്കുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ പോളിസീസ്. 28ാമത്തെ ചോദ്യം.
മാച്ച് ദി ഫോളോയിങ് ആയിരുന്നു. ആശിഷ് നന്ദി, ഗനേന്ദ്ര പാണ്ഡെ, ബെനഡിക്ട് ആൻഡേഴ്സൺ, ഹോമി കെ ബാബ എന്നിവരായിരുന്നു. ചോദ്യത്തിൽ 28ൻ്റെ ഉത്തരം ബി ആണ്. ബി എന്ന് പറയുമ്പോൾ എ ആശിഷ് നന്ദി, ദി ഇൻറ്റിമേറ്റ് എനിമി, ലോസ് ഓഫ് സെൽഫ് അണ്ടർ കൊളോണിയലിസം എന്നുള്ള പുസ്തകമാണ്. ദെൻ ജ്ഞാനേന്ദ്ര പാണ്ഡെ, കൺസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണലിസം ഇൻ കൊളോണിയൽ നോർത്ത് ഇന്ത്യ. ദെൻ ബെനഡിക്ട് ആൻഡേഴ്സൺ, ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്. ദെൻ ഹോമി ബാബ, ടു നാഷൻ ആൻഡ് നറേഷൻ. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ 29, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 29, ദ എക്സ്ട്രീമിസ്റ്റ്സ് യൂസ്ഡ് ന്യൂസ് പേപ്പർ ആൻഡ് പബ്ലിക് മീറ്റിംഗ് ടു സ്പ്രെഡ് ദെയർ മെസ്സേജ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവന എന്നുള്ളതാണ് പ്രൊവിഷൻ ആൻസർ ഗ്രീക്ക് പ്രകാരം പറയുന്നത്. 30ാമത്തെ മാച്ച് നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ആൻഡ് പ്ലേസ് ഓഫ് ഫോർമേഷൻ. 30 തെബാഗ മൂവ്മെൻറ്റ്, കീർത്തി കിസാൻ പാർട്ടി, ലേബർ കിസാൻ പാർട്ടി, കോൺഗ്രസ് ലേബർ പാർട്ടി എന്നുള്ളതാണ്. 30ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 30ൻ്റെ ഉത്തരം സി ആണ്. എ തെബാഗ ബംഗാളാണ്, കീർത്തി കിസാൻ പഞ്ചാബാണ്, ലേബർ കിസാൻ മദ്രാസാണ്, കോൺഗ്രസ് ലേബർ പാർട്ടി ബോംബെ ആണ്. ദെൻ 31 ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 31ൻ്റെ ഉത്തരം എല്ലാം ശരിയാണെന്നുള്ളതാണ്. ക്രിപ്സ് മിഷൻ അഗ്രി ഡൊമിനൻസ് സ്റ്റാറ്റസ്, ക്യാബിനറ്റ് മിഷൻ accept the scheme of Pakistan, Wavell plan composite British government would introduce constitutional reforms in India if all the Indian political parties helped the British in the Second World War. എന്നുള്ളതാണ് ശരി. 32 ഉത്തരം സി ആണ്, ഓൺലി 4 ആണ്. തെറ്റായ പ്രസ്താവനയാണ്. 4 എന്തായിരുന്നു? ഔട്ട്റാം സജസ്റ്റഡ് റിവോൾട്ട് ആസ് എ വാർ അഗെയിൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 33 എന്ന് പറയുന്നത് 33 ബി ആണ് ശരിയായ തെറ്റായ പ്രസ്താവന. ദി മൂവ്മെൻറ്റ് വാസ് പ്രൈമർലി ഫോക്കസ്ഡ് ഇൻ റിച്വൽ പ്രാക്ടീസ് ആൻഡ് ടെമ്പിൾ വർഷിപ്പ്. അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, അതുകൊണ്ടാണ്. 34 എന്ന് പറയുന്നത് 34 സി മിലിറ്ററി കോൺക്വസ്റ്റസ് ആൻഡ് അനക്സേഷൻ ഓഫ് നിയോബൈ ടെറിട്ടറീസ് എന്നുള്ളതാണ് സുൽത്താനേറ്റ് എംപയറിലുള്ള ശരിയായ പ്രസ്താവന. 35 എന്ന് പറയുന്നത് 35ൻ്റെ ഉത്തരം മാച്ച് ദി ഫോളോയിങ് ആണ്. എ ആണ് ഉത്തരം. ബിർസ മുണ്ട സോ കറക്റ്റ്. സിഡോ സന്താൽ, ബാബ റാം സിംഗ് കുക്ക, ദിഗംബർ ബിശ്വാസ് ഇൻഡിഗോ. ദെൻ 36 എന്താ? 36ൻ്റെ കറക്റ്റ് ആൻസർ ഡി ആണ്. ഗീതാഞ്ജലി, ക്രിട്ടിക് മോഡേൺ സിവിലൈസേഷൻ പ്രൊമോട്ട്സ് സ്പിരിച്വൽ നാഷണലിസം. ഗീതാഞ്ജലി emphasizes universal humanism over narrow nationalism. Hindu Swaraj critiques modern civilization and promotes spiritual nationalism. Anandamath depict the rise of Hindu nationalism during the Sannyasi rebellion. Discovery of India explores India cultural heritage. അതാണ് കറക്റ്റായ ഉത്തരം. 37 നോക്കുകയാണെങ്കിൽ 37 നമുക്ക് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് ബി ആണ് തന്നിട്ടുള്ളത്. ബി എന്ന് പറഞ്ഞാൽ എ സ്റ്റുവാർട്ട് പിക്കോട്ട് ഹൈലി സെൻട്രലൈസ്ഡ് എംപയർ ആണ് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച്. വാൾട്ടറെ ഫയർ സർവീസ്, എലാബറേറ്റ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. എസ് സി മാലിക്, ചീഫ്ഡം സ്റ്റേറ്റ് ട്രാൻസിഷൻ ബിറ്റ്വീൻ കിൻഷിപ്പ് സൊസൈറ്റി ആൻഡ് സിവിൽ സൊസൈറ്റി. ജാക്കോബ്സൺ ഏർലി സ്റ്റേറ്റ്. ഇങ്ങനെയാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച്. 38ൻ്റെ ഉത്തരം 1, 3 എന്നുള്ളതാണ് കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഗൃഹപതി അല്ലെങ്കിൽ ഗഹപതിയെ കുറിച്ച്. ഒന്ന് ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡാണ്. ദെൻ 3 എന്ന് പറയുന്നത് വെൽത്തി പ്രോപ്പർട്ടി ഓണർ ആൻഡ് പ്രൊഡ്യൂസർ ഓഫ് വെൽത്ത് ആണ്. അസോസിയേറ്റ് വിത്ത് ട്രേഡ് ആൻഡ് മണി ലെൻഡിങ് ഇല്ല. ദെൻ റൂളറും അല്ല. ദെൻ 39 എന്ന് പറയുന്നത് ഉത്തരം എല്ലാം ശരിയാണ്. അശോക ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് ഈ മഹാമാത്രാസൊക്കെ ഉണ്ട്. അന്തമാത്ര, ധർമ്മ മഹാമാത്ര,
ഇത്തിജാക്ക മഹാമാത്ര. സോ 14th ക്വസ്റ്റ്യൻ, 40th ക്വസ്റ്റ്യൻ. 40ൻ്റെ ഉത്തരം all of the above ആണ്. The reason for identifying Chandra in the Mehru inscription as Chandragupta II. Chandragupta II is referred Chandra on his coin. Udayagiri cave inscription states that he went on a Digvija. The Delhi region seems to have formed a part of his empire. എന്നുള്ളതൊക്കെ ശരിയാണ്. ദെൻ 41 ഉത്തരം വൈശികാന്തന്ത്രം എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രൊമനൻറ്റ് വർക്ക് ഇൻ മണിപ്രവാണ്. വൈശിക തന്ത്രം എന്നുള്ളതാണ് ശരി. 42 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മേജർ തീം ഇൻ ഭക്തി ലിറ്ററേച്ചർ. പൊളിറ്റിക്കൽ പെടാത്തതാണ് ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ വരുന്നില്ല. ഡിവോഷൻ വരുന്നുണ്ട്, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ദെൻ 43 ബി കോലത്തിരിയാണ് ഉത്തരം. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് മലബാർ റീജിയൻ 17ാം നൂറ്റാണ്ടിൽ. ദെൻ 44 അറൈവൽ ഓഫ് അറബ് ട്രാവലർ ഇൻ കേരള 10th century ഹെൽപ്ഡ് എസ്റ്റാബ്ലിഷ് ഇമ്പോർട്ടൻസ് കേരള ട്രേഡ് കണക്റ്റിംഗ് ദി അറബ്. ആരാണോ വന്നതെന്നാണ് ചോദ്യം. 44 ആരാണ്? അൽ മുഖദ്ദസിയാണ്. അൽ മുഖദ്ദസിയാണ് വന്നത്. 45 മഹാരാജ ഓഫ് ട്രാൻകൂർ റെസ്പോൺസിബിൾ ഫോർ ടെമ്പിൾ എൻട്രി. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. വിച്ച് ആക്ട് ഫെസിലിറ്റേറ്റഡ് ദി മെർജർ ഓഫ് ട്രാൻകൂർ ആൻഡ് കൊച്ചി ഇൻ ടു തിരുക്കൊച്ചി എന്നുള്ളതാണ് 46ാമത്തെ ചോദ്യം. ഉത്തരം 1956 സ്റ്റേറ്റ് റെക്കഗ്നിഷൻ ആക്ട് എന്നാണ് പറയുന്നത്. 46 എ. ദെൻ 47 പ്രൊഫഷൻ ആൻസർ പ്രകാരം അതാണ് ശരി. 47 which prominent Congress leader played a key role in mobilizing opposition against the communist government during the വിമോചന സമരത്തിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പട്ടംതാണ പിള്ളയാണ്. ശരിയാണ്. ദെൻ വിച്ച് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് EMS നമ്പൂതിരിപ്പാട്സ് മിനിസ്ട്രി എയിംഡ് അറ്റ് റിഫോമിംഗ് ദി ഹിന്ദു ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ഇൻ കേരള. 48 ദി കേരള ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് ആണ് കറക്റ്റ് ഉത്തരം. 49 ഹൗ ഡിഡ് ദി ഉദയംപേരൂർ സിനോഡ് ഡയംബർ ഇമ്പാക്ട് ദി ലിറ്ററേച്ചർ ലാംഗ്വേജ് ആൻഡ് പ്രാക്ടീസ് ഓഫ് സിറിയൻ ക്രിസ്ത്യൻസ് എന്നുള്ളതാണ് 49ാമത്തെ ചോദ്യം. 49ൻ്റെ ഉത്തരം സി ആണ് കറക്റ്റ് ആൻസർ. സി എന്താണ്? ഇറ്റ് എൻഫോഴ്സ്ഡ് റോമൻ റൈറ്റ് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജ് റീപ്ലേസിംഗ് ദി ഈസ്റ്റ് സിറിയാറ്റിക് റൈറ്റ്. ദെൻ 15th ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഏത് സോഷ്യൽ റിഫോമറാണ് ജാതി ഭൂമി എഴുതിയത് എന്നുള്ളതാണ്. ആൾസോ പ്രൊളിഫിക് പോയറ്റ് റോട്ട് ദി ഇൻഫ്ലുവൻസ് വർക്ക് ജാതി ഭൂമി ടു ഹൈലൈറ്റ് ദി ചലഞ്ച് ദി കാസ്റ്റ് ഇൻജസ്റ്റിസസ് ഇൻ കേരള. 51 ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ചോദ്യം. ഉത്തരം അദ്ദേഹത്തിൻ്റെ പുസ്തകം ആത്മോപദേശ ശതകത്തിലാണ് അദ്ദേഹം എന്ത് പറയുന്നത്, മനുഷ്യനൊക്കെ ഒരു ദൈവം, ഒരു ജാതി, ഒരു ദൈവം, മതം എന്നൊക്കെ പറയുന്നത്. 52 ക്വസ്റ്റ്യൻസ്. 52ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇറ്റ്സ് കേളപ്പൻ എന്നുള്ളതാണ്. മഞ്ചേരി കോൺഫറൻസിന് കാരണമായിട്ടുള്ളത് കേളപ്പൻ എന്നാണ്. 52 ബി. 53 ഡ്യൂറിംഗ് ദി പീരിയഡ് ഡിഡ് കേണൽ മെൻഡ്രോ സെർവ്ഡ് ആസ് ദി റെസിഡൻറ്റ് ഓഫ് ട്രാവൻകൂർ. വേണാടിൻ്റെ റോളായിരുന്നത്. 53 ഏത് കാലഘട്ടത്തിലാണ്? 1800 1819. 54 Gracia di Horta was a Portuguese physician and naturalist known for his work on tropical medicine. The name of his famous work ഏതായിരുന്നു? 54 സി കൊളോക്കീസ് ഓൺ ദി സിമ്പിൾസ് ആൻഡ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ. 55 വാട്ട് വാസ് ദി റോൾ ഓഫ് കോട്ടയം രാജ ഡ്യൂറിംഗ് ടിപ്പു സുൽത്താൻ ഇൻവേഷൻ കേരള. 55 സി എന്താണ്? കീ അഡ്വൈസറി ഹൂ റെസിസ്റ്റഡ് ടിപ്പു സുൽത്താൻസ് അഡ്വാൻസ്. ടിപ്പുവിനെ തടഞ്ഞു. 56 വിച്ച് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് പ്രൊവൈഡഡ് ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ടിപ്പു സുൽത്താൻ ഇൻവേഷൻ ആൻഡ് ദി സബ്സിക്വൻറ്റ് റെസിസ്റ്റൻസ് ബൈ ദി ലോക്കൽ പോപ്പുലേഷൻ ഇൻ കേരള. 56 മലബാർ മാനുവൽ. ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ടിപ്പു സുൽത്താൻ്റെ 2 ക്വസ്റ്റ്യൻ അടുത്തടുത്ത് തന്നെ ഇടണമെന്ന് തോന്നി എന്തായാലും. 57 ഹു ആർഗ്യൂസ് in the early medieval in South India that the arrival of Brahmins in Kerala led to the establishment of temple-centered
ഫ്യൂഡലിസം. 57 എന്ന് പറയുന്നത് കേശവൻ വെളുത്താട്ടാണ് ശരിയായ ഉത്തരം. 58 വിച്ച് ബുക്ക് ഗീവ്സ് എ റെഫറൻസ് ടു കൊടുങ്ങല്ലൂർ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആൻഡ് ഡിസ്കസ്ഡ് ദി കോൺട്രിബ്യൂഷൻ ടു ആസ്ട്രോണമിക്കൽ സയൻസ് എന്നുള്ളതായിരുന്നു ചോദ്യം. 58ൻ്റെ ഉത്തരം ശങ്കരനാരായണിയാണ്. ഉത്തരം ശങ്കരനാരായണൻ. 59 The impact of Chinese trade in Kerala can be seen in the architectural style of which of the following structures എന്നാണ് ചോദ്യം. 59 മട്ടാഞ്ചേരി പാലസിലാണത് കാണപ്പെടുന്നത്. മട്ടാഞ്ചേരി പാലസിൽ, മുൾഗാട്ടിയിലല്ല, മട്ടാഞ്ചേരിയിലാണ്. 60 in which century did merchant സുലൈമാൻ visit Kerala? 60 9ാം നൂറ്റാണ്ടിലാണ്. ഉത്തരം 60 ബി 9ാം നൂറ്റാണ്ടിൽ. ദി മണ്ഡൽ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ്. മണ്ഡൽ കമ്മീഷൻ എന്തിനാണ് അപ്പോയിൻറ്റ് ചെയ്തത്? സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് ഇന്ത്യ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിസ്തബൻ ബ്രിതീജൻ മഞ്ച് BBJM മൂവ്മെൻറ്റ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? 62ാമത്തെ ചോദ്യമായിരുന്നു. അഗെയിൻസ്റ്റ് ലാൻഡ് അക്വിസിഷൻ ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് ഫോർ കോമ്പൻസേഷൻ ഇൻ കലിംഗനഗർ. 63 നീതിസാര മുക്തവാദി ആൻഡ് സങ്കല നീതി സമത്വം ഗേവ് ഡീറ്റെയിൽസ് വിച്ച് ഡൈനാസ്റ്റി? കാകതീയ ഡൈനാസ്റ്റിയെ കുറിച്ചാണ്. 63A. 64 യമുനാചാര്യ ബിലോങ് ടു വിച്ച് സ്കൂൾ? യമുനാചാര്യ ഏത് സ്കൂളിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? വിശിഷ്ടാദ്വൈതത്തിലാണ് യമുനാചാര്യ ഉൾപ്പെട്ടിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് സൗത്ത് ഇന്ത്യൻ മെഗാലിത്സ്? സൗത്ത് ഇന്ത്യൻ മെഗാലിത്സുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഏതാണ്? ട്രിഡൻറ്റ്, സെറാമിക്സ്, കോപ്പർ, ബീഡ്സ് എന്നുള്ളതാണ്. 65B ആണ് ഉത്തരം. 66B കൈക്കോൽക്കാറും നാട്ടുപടലും ചോള സോൾജേഴ്സിൽ ഉണ്ടായിരുന്നത്. 67 ജസ്റ്റിസ് ലിബറാൻ കമ്മീഷൻ എന്തിനായിരുന്നു? ടു സ്റ്റഡി ബാബറി മസ്ജിദിൻ്റെ. ദെൻ 68 ഊത്തിയോർ ഊത്തിനേൻ അവനെ സിദ്ധാൻ ബിലോങ്സ് ടു? 68 ചിന്താമണി വൈദ്യം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഫോർ ഇന്ത്യ. സോഷ്യലിസ്റ്റ് ഇല്ല. ദെൻ 70 ഗ്രീൻ ആൻഡ് വൈറ്റ് റവല്യൂഷനിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് 70B ലാൽ ബഹദൂർ ശാസ്ത്രി. ദി ഗ്രീൻ ആൻഡ് വൈറ്റ് റവല്യൂഷൻ പ്രൂവ്ഡ് ടു ബി എ ടേണിംഗ് പോയിന്റ് ഇൻ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഹൂ ലേഡ് ദി സീഡ്സ് ഫോർ ദീസ് ടു റവല്യൂഷൻസ്? 70 പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ലാൽ ബഹദൂർ ശാസ്ത്രി. 71 ഐഡൻറ്റിഫൈ ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണേഴ്സ്. 71 ഉത്തരം ഡി ആണ്. 3ഉം 4ഉം. 3 ലേണേഴ്സ് പ്രയർ നോളേജ് ഹെൽപ്സ് ഷേപ്പ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിട്ടൻഷൻ. 4 സെൽഫ് റെഗുലേറ്റഡ് ലേണേഴ്സ് ആക്ടിവിറ്റി മോണിറ്റർ ആൻഡ് കൺട്രോൾ ദെയർ ലേണിംഗ് പ്രോസസ്. ഐഡൻറ്റിഫൈ ദി ക്വാഡ്രൻസ് ഓഫ് സ്വയം കോഴ്സ്. 72 ഉത്തരം 72 ഉത്തരം ഡി ആണ്. 72 ഉത്തരം ഡി ആണ്. 2, 4, 5, 8 വീഡിയോ ലെക്ചർ. ദെൻ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ്, ഓൺലൈൻ ഡിസ്കഷൻ ഫോറം, സോഷ്യലി പ്രിപ്പയർഡ് റീഡിംഗ് മെറ്റീരിയൽസ്. ദെൻ 73ൻ്റെ ഉത്തരം സി ആണ്. 1 ഓൺലി. Which among the following is not a critical factor ensuring long-term teaching? Implementation of strict discipline policies. അത് ആവശ്യമില്ല. then 74 ഡി ആണ് ഉത്തരം. 4 ഓൺലി. എന്താണ്? The critical principles for ensuring fairness and equality in educational evaluation are ഏതാണ്? Tailoring evaluation method to match specific ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് സ്റ്റുഡൻറ്റ് നീഡ്സ് എന്നുള്ളതാണ്. 74D. 75 എംപവർമെൻറ്റ് ഓഫ് ക്ലാസ് റൂം ടെക്നോളജി നീഡ്സ് ക്ലാരിറ്റി കൺസേണിങ്. 75 ഉത്തരം സി ആണ്. 1, 3, 4. 1 കോഴ്സ് കണ്ടൻറ്റ്, 3 ടെക്നോളജിക്കൽ സ്കിൽസ്, 4 പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ്. 76
എന്താണ് ഉത്തരം? ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഫോർമാറ്റ് അനുസരിച്ച് ആൻഡേഴ്സൺ ഈ രീതിയിലാണത് എഴുതുക. 76 ആണ് ഉത്തരം. 77 വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് എൻഷുവേഴ്സ് ദാറ്റ് ദി സ്റ്റഡി ക്യാൻ ബി റിപ്പീറ്റഡ് വിത്ത് സിമിലിയർ റിസൾട്ട്സ്? 77 ഉത്തരം ആക്ഷൻ റിസർച്ച് ആണ്. 77 ഉത്തരം എന്താണ്? റിലയബിലിറ്റി ആണ്. 77 ഉത്തരം റിലയബിലിറ്റി ആണ്. Then which type of research involves directly manipulating the independent variables to observe their effect എന്നാണ് ചോദ്യം. 78 ഉത്തരം കോൺഫറൻസ് ആണ്. 78 ഉത്തരം കോൺഫറൻസ് ആണ്, വർക്ക്ഷോപ്പ് അല്ല. 79 ഉത്തരം 78 ആണ് നമ്മൾ നോക്കുന്നത്. 78 എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഇൻവോൾവ്സ് ഡയറക്ട്ലി മാനിപ്പുലേറ്റിംഗ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ടു ഒബ്സർവ് ദെയർ ഇഫക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. 78 എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. എന്താണ്? എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. 79 വിച്ച് ടൈപ്പ് ഓഫ് ഗ്യാതറിംഗ് ഈസ് യൂഷ്വലി ലെസ് ഫോർമൽ, മോർ പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഇൻവോൾവ്സ് സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പ്രാക്ടിക്കൽ എക്സസൈസ്. ഓക്കെ, സോ 79 ഉത്തരം തന്നിരിക്കുന്നത് വർക്ക്ഷോപ്പാണ്. ഞാനതാണ് പെട്ടെന്ന് വർക്ക്ഷോപ്പാണല്ലോ വരേണ്ടത് എന്നുള്ള ആലോചിച്ചത്. സോ 80 വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ റിസർച്ച് ജേർണൽസ് ക്വാളിറ്റി? 80 ഉത്തരം സി ആണ്, ഇമ്പാക്റ്റ് ഫാക്ടർ. ദെൻ ദി പീരിയഡ് സ്പാനിങ് ബിറ്റ്വീൻ ദി പ്രൊപ്പഗേഷൻ ഓഫ് എ ഹൗസ് ആൻഡ് ഇറ്റ്സ് റീഅസംബ്ലി ഇൻ എ ന്യൂ സെഷൻ ഈസ് കാൾഡ് എന്താണ് പറയുക? റെസസ് അല്ലേ? 81 ബി ആണ് ഉത്തരം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസോസിയേറ്റ് വിത്ത് ജുഡീഷ്യൽ ആക്ടിവിസം? 82 ആർട്ടിക്കിൾ 21 ജുഡീഷ്യൽ ആക്ടിവിസം. 82 സി ആണ് ഉത്തരം. 83 ദി എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 മായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് 83 253 83 ഡി. 84 5-year പ്ലാൻ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം. 84 ഏത് 5-year പ്ലാനാണ്? 84 സി 12th 5-year പ്ലാനിലാണ്. 84 12th 5. ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ സെറ്റപ്പ് ചെയ്തത് 85 ജനുവരി 1992 ജനുവരി 1992 85 എ. 86 ഫുഡ് ഗ്രെയിൻ അണ്ടർ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എത്ര കിലോഗ്രാമാണ്? 86 എ ആണ്. 3, 2, 1 എന്നീ അടിസ്ഥാനത്തിലാണ് 86 എ. 87 ഹൂ അക്ലൈംഡ് ദാറ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഫ്രെയിംഡ് ആഫ്റ്റർ റാൻസാക്കിംഗ് ആൾ ദി നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞത് 87 ബി ആണ്. 87 അംബേദ്കർ ആണ്. 88 ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ടു ദി അപ്ലിക്കൻ്റ് ഈസ് സോട്ട് കൺസേൺ ലൈഫ് ലിബർട്ടി ഷാൾ സെപ്പറേറ്റ് വിത്തിൻ 88 48 hours ആണ്. Then in which report of fundamental rights should be clearly divided into two categories, justiciable and non-justiciable എന്ന് പറയുന്നത് 89 സാപ്രു റിപ്പോർട്ട് ഓഫ് 1945 Then 90 choose the correct chronological of the press launched by social reformers ആണ്. 90 നമ്മൾ പറഞ്ഞിട്ടില്ല. The proclamation of imposing president's rule must be approved by both the House of Parliament within 2 months എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. Choose the correct chronology of the press launched by social reformers. 91 only 2 വിഭോഗോദയം, സ്വദേശാഭിമാനി, മിതവാദി, മാതൃഭൂമി എന്നുള്ളതാണ് ഉത്തരം. 92 ക്രോണോളജിക്കൽ ഓർഡർ ആയിരുന്നു. 92 സി. 92 ഉത്തരം സി ആണ്. ഓൺലി 1 and 2. ഹു അമംഗ് ദി ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് യോഗക്ഷേമ സഭയാണ്? 1 ആര്യപള്ളം, പാർവതി നന്മേനി മംഗലം, ദെൻ പ്രിയാദത്ത, അതുപോലെ ലളിതാംബിക അന്തർജനം, ഉമ അന്തർജനം, ആര്യപള്ളം. Then 93 name the president of SNDP who became the chief minister of Kerala. 93 R ശങ്കറാണ് ശരിയായ ഉത്തരം. 94 which statement are correct about അയ്യങ്കാളി? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. 94 ഉത്തരം 1, 2, 3 ശരി. യോഗ was established by അയ്യങ്കാളി in 1907. He served as the nominated member of the Srimulam Rajya Sabha. Ayyangali started a school for depressed class in caste in Venganur.
എല്ലാം ശരിയാണ്. 95 95 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 95ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 എല്ലാം ശരിയാണ്. അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ദി ബിഗിനിങ് ഓഫ് ഡയറക്റ്റ് ആക്ഷൻ ഇൻ ദി പൊളിറ്റിക്സ് ഓഫ് സ്റ്റേറ്റ്. മോണോപ്പൊളി ഓഫ് പൊളിറ്റിക്കൽ പവർ ഓഫ് ദി അപ്പർ കാസ്റ്റ് സ്മാഷ്ഡ് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 96 96th ഉത്തരം എ ആണ്. 1, 2. ഒന്നെന്താണ്? ഗാന്ധിജി എന്തിനെ കുറിച്ചാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു വൈക്കം സത്യാഗ്രഹ. ഗാന്ധിജി, സി രാജഗോപാലാചാരി, ജവഹർലാൽ നെഹ്റു ആൻഡ് ഇ വി രാമസ്വാമി നായ്ക്കർ വിസിറ്റഡ് കേരള. ദെൻ 2 ടി കെ മാധവൻ ലെഡ് ദി സെക്കൻഡ് സവർണ ജാഥ ടു ട്രിവാൻഡ്രം. രണ്ടും ശരിയാണ്. ദെൻ 97 97 എന്ന് പറയുന്നത് ഉത്തരം സി ആണ്. ഓൺലി 1, 2, 3 കറക്റ്റ്. ഒറിജിനലി ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയെ കുറിച്ചാണ്. ഒറിജിനലി ഇന്ത്യൻ ഫോർ യൂറോപ്യൻസിനാണ്. ദെൻ ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദി റൈൻ ഓഫ് സ്വാതി തിരുനാളാണ്. ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി ഈസ് നോൺ ആസ് ദി സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഓഫ് കേരള. അതും ശരിയാണ്. 98 എന്ന് പറയുന്നതിന് ഉത്തരം സി ആണ്. ഓൺലി 1 ആണ്. ഹു ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രസ്. യുക്തിവാദിയുമായി ബന്ധപ്പെടാത്തത് ആരാണ് ചോദ്യം? ബന്ധപ്പെടാത്തത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ, സി കൃഷ്ണൻ, എം സി ജോസഫ്, സി വി കുഞ്ഞിരാമൻ. നോട്ട് അസോസിയേറ്റഡ് വിത്ത് ആണ് ചോദ്യം. 98 സി. 99 വാട്ട് ഈസ് ആർ നോട്ട് കറക്റ്റ് അബൌട്ട് ഒ ചന്തുമേനോൻ ദി ഓതർ ഓഫ് ദി ഫസ്റ്റ് മേജർ മോഡേൺ നോവൽ ഇൻ മലയാളം. 99 ഉത്തരം ഓൺലി 3 ആണ്. ഹി വാസ് എ ഇല്ലിറ്ററേറ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതാണ് തെറ്റായത്. ദെൻ 100 ചൂസ് ദി റോങ് പെയർ അമോങ് ദി ഫോളോയിങ് എന്നുള്ളതാണ്. 100ന്റെ ഉത്തരം സി ആണ്. ഓൺലി 2. അതായത് കൊച്ചു സീത ആൻഡ് റസിക രഞ്ജിനി. അത് ബാക്കിയെല്ലാം ശരിയാണ്, കറക്റ്റാണ്. സോ ഇതാണ് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ എന്നുള്ളത്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് നോക്കുക. മിസ്റ്റേക്കുള്ള ഭാഗങ്ങൾ ഉണ്ടാവും, ശരിയാണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അതുപോലെ വരാനുള്ള കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ തൽക്കാലം നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു. ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. വിടുവാങ്ങുന്നു. താങ്ക് യു.